ഹലോ, നമ്മളിപ്പം ബിഗ് ബോസ് റിവ്യൂസ് ആയിട്ട് ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എത്രാമത്തെ ദിവസമാണ്? രണ്ടാമത്തെ ദിവസം. പക്ഷേ അവർ വീട്ടിൽ കയറിയിട്ട് മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് കാണുന്ന എപ്പിസോഡ് രണ്ടാമത്തെ ദിവസത്തെയാണ് അല്ലേ? അപ്പം രാവിലെ പാട്ടിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ബിഗ് ബോസിൽ പതിവാണ് ഡെയിലി രാവിലെ പാട്ട് പാടിക്കും അല്ലെങ്കിൽ പാട്ടിടും എന്നുള്ള സാധനം. പിന്നെ പാട്ട് പാടിക്കും എന്ന് ഇടയ്ക്ക് എനിക്ക് വരാൻ കാരണം ഇപ്പം പാട്ടും പരിപാടി മാത്രമേ ഉള്ളൂ. അവർ അന്താക്ഷരി കളിക്കുന്നു, അവരത് പറയുന്നു, ഇത് പറയുന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു എനർജിയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് കുറവായിരിക്കും. എങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തീപ്പൊരികൾ പറന്നു വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത്, ഈ രേണു സുധീനെ ആൾക്കാർ ചൊറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസ് കിട്ടുമെന്ന് ആരൊക്കെയോ അവിടെയൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, സ്വന്തം സ്ക്രീൻ സ്പേസ് സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ധാരണ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നിലവിൽ ഇന്നത്തെ ദിവസം നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ടാസ്ക്കാണ്. നമ്മൾ വീടിനെ പറ്റി പറഞ്ഞ സമയത്ത് അവിടെ ഒരു സ്പെഷ്യൽ റൂമുണ്ട്, പണിപ്പുര. അത് വെറും പണിപ്പുര അല്ല, അതൊരു ഒന്നൊന്നര പണിപ്പുരയാണ്. ലാലേട്ടൻ ഇടയ്ക്ക് പറയാറുള്ള പോലെ അതൊരു 7ൻ്റെ പണി തന്നെയാണ്. നിലവിൽ നമുക്കറിയാവുന്ന പോലെ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസിന് അവർ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത ഡ്രസ്സസ് ഒന്നും കൊടുക്കില്ല. ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഡ്രസ്സ് അഥവാ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാസ്ക് വിൻ ചെയ്ത് എടുത്തോളൂ എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പം ആ പണിയും അതിൻ്റെ പണിപ്പുരയൊക്കെ നടക്കുന്നത് ഈ പണിപ്പുര വീടിൻ്റെ ഉള്ളിലാണ്. നിലവിലിപ്പം ചില ആൾക്കാരൊക്കെ 2 ദിവസമായി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നാറ്റടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് പലരും പരസ്പരം ഷെയർ ചെയ്യുന്നു, നിനക്ക് പൗഡർ വേണോ എന്നൊക്കെയുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ടാസ്ക് കൊടുത്തു. നിങ്ങൾക്ക് ഡ്രസ്സസ് അവിടെ ഉണ്ട്, കൂടുതൽ ഫുഡ് ഐറ്റംസും ഉണ്ട്. ഓരോന്നിനും ഇത്ര പ്രൈസ്. അതായത് ഫുഡ് ഐറ്റംസിനൊക്കെ കുറഞ്ഞ പൈസയും ഡ്രസ്സ് ഐറ്റംസിന് ഓരോത്തിനും കൂടിയ പൈസയാണ് ബിഗ് ബോസ് ഇട്ടത്. അത് ബിഗ് ബോസിൻ്റെ പ്ലാനാണ്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ടാസ്ക് ഒക്കെ വരുമ്പോൾ വല്ലാത്ത ആവേശമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നു, പെറുക്കുന്നു ഒക്കെ. പക്ഷെ ആ ടാസ്ക് എന്താണെന്ന് ഇവിടെ ഉള്ള ആർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നേ ഇല്ല. കാണുന്ന നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ ഇവർക്ക് ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ തവണയിൽ എല്ലാം വിപരീതമായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം, ഇവർക്ക് ടാസ്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം എന്തുകൊണ്ടായിരിക്കും എന്നെനിക്കറിയില്ല. നമുക്കത് വ്യക്തമാകുന്നുണ്ട്, ഇവർക്ക് വ്യക്തമാകുന്നില്ല. എന്നിട്ട് ഇവർ ഭയങ്കര പ്ലാനിങ് ആണ്. കാട് കയറിയൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷേ തോറ്റുപോയി എന്നുള്ളതാണ് സത്യം. അവർക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ രണ്ടാമത് ഒരു ടീം പോയി വിൻ ചെയ്തു, കുറച്ച് പേർക്കൊക്കെ ഡ്രസ്സ് കിട്ടി. ഈ തവണ ഞാൻ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സാണ് ഇവർ വെയർ ചെയ്യുന്നത്. ആ ഡ്രസ്സിലൊക്കെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ബിഗ് ബോസ് അതിൻ്റെ ഒരു ക്ലാരിറ്റിയും നമുക്ക് തന്നിട്ടില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും ചില ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ വട്ടക്സിലൊക്കെ സീൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കാണുന്നത് നമുക്കതൊരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഞാൻ ശ്രദ്ധിച്ച, അല്ലെങ്കിൽ ഇന്ന് അവിടെ ചർച്ച ചെയ്തിട്ടുള്ള, നമ്മളും ചർച്ച ചെയ്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഷാനവാസ് ഇന്നലെ ഒരു കാര്യം എലിമിനേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡെസ്ല എന്ന പെൺകുട്ടി, ഞാൻ പറഞ്ഞു ആലപ്പുഴക്കാരി, ആളുടെ ഡ്രസ്സിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരള സംസ്കാരത്തിന് യോജിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമല്ല ഡെസ്ലയുടെ എന്നുള്ളത്. വസ്ത്രധാരണം ഓരോ വ്യക്തിയുടെയും ഇഷ്ടമാണ്. അപ്പം സംസ്കാരത്തിനെ പറ്റിയും അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്താൽ നമ്മൾ ഒരുപാട് കാട് കയറി ചിന്തിച്ച് അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് വലിയ ടോപ്പിക്കാക്കി മാറ്റേണ്ടി വരും. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ അതിലൊരു കാരണമുണ്ട് എന്നുള്ളൊരു ചിന്തിക്കുകയും ചെയ്യാം. അതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തു. പിന്നെ ഡെസ്ലയുടെ മലയാളത്തിനെ പറ്റി സംസാരിച്ചു. ഞാൻ ഇന്നലെയും സംസാരിച്ച കാര്യമാണ്. ഡെസ്ലയുടെ മലയാളം ഫ്ലുവൻ്റ് അല്ല. ആളെന്താണ് സംസാരിക്കുന്നതെന്ന് ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. നമുക്കൊരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണല്ലോ നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇനി പോകെ ടാസ്കുകളൊക്കെ വരും, പലപ്പോഴും സംസാരിക്കേണ്ടി വരും, സംവാദങ്ങളൊക്കെ വരും. ആ സമയങ്ങളിൽ ഈ കുട്ടി എങ്ങനെ ഈ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഡൗട്ടുണ്ട്.
ഒപ്പം തന്നെ ഞാനൊരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാണ്. ഇന്ന് ബിഗ് ബോസ് കർശനമായിട്ടും പറഞ്ഞു ഈ വീട്ടിൽ മലയാളത്തിൽ മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ളത്. അപ്പം വീണ്ടും പെട്ടുപോകുന്ന ഡെസ്ലയാണ്, ഇത് കണ്ടിരിക്കുന്ന നമ്മൾ പ്രേക്ഷകരുമാണ്. ഈ കുട്ടി എന്താണ് ഈ പറയുന്നത് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. ചില അർത്ഥമൊക്കെ ചില വേർഡൊക്കെ പറയുന്ന നിൽക്കുമ്പോൾ അയ്യോ ഇതെന്താ ഈ പറയുന്നത് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. അങ്ങനെ വന്നുപോയ ഒരു സാധനമാണ് ഗുണ്ട. ഞാൻ ഗുണ്ടയാണ് എന്നുള്ള സാധനം. പക്ഷെ അതൊരു ഫണ്ണി വേർഡാണ്. അതിനെ അപ്പാനി ശരത്തും ടീമൊക്കെ ഏറ്റുപിടിച്ചു. പക്ഷെ അതിൻ്റെ എൻഡ് ഞാൻ ഒരു ധീരയായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള ആളാണ് എന്നുള്ളൊരു സാധനമാണ് ആൾ ഉദ്ദേശിച്ചത്. പിന്നെ അവർ അപ്പാനി ശരത്തും ടീമും ഒക്കെ കൂടിയിട്ട് ഡെസ്ലൈനെ പ്രാങ്ക് ചെയ്യിപ്പിച്ചു. ഒപ്പം തന്നെ കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. എല്ലാവരും പാട്ടുപാടി അവരവരെ കഴിവ് മിമിക്രി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലിപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് പ്രധാനമായിട്ട് കാണാൻ പോകുന്നത് അവർക്കൊരു വേറൊരു ടാസ്കും കൂടെ. ഒരു ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെന്തായാലും ഏഷ്യൻ്റെ പണി കാണാൻ വെയിറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പണി അവർക്ക് രാത്രിക്ക് ഉള്ള സാധനം കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിൽക്കാൻ അർഹതയില്ലാന്ന് നിങ്ങൾക്ക് തോന്നിക്കുന്ന ഒരു 4 പേരുടെ പേര് സജഷൻ ചെയ്യുക. കൂടാതെ തന്നെ അവർക്ക് എന്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു കമൻറ്റ് കൂടി കൊടുക്കണം എന്നുള്ളതാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ ഇപ്പം വഴക്കുണ്ടാക്കണം, എങ്ങനെ വഴക്കുണ്ടാക്കണം, ആരോട് വഴക്കുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന കുറേ പേർക്ക് ഇതൊരു കണ്ടന്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ രാത്രിയിലത്തെ ഉറക്കം എന്തായാലും പോയി കിട്ടി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ സുഖമായിട്ടുറങ്ങും. ഒപ്പം തന്നെ നമ്മുടെ കോമണർ അനീഷ് അവിടെ തകർത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അനീഷ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. അനീഷ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ തന്നെയാണ്. നല്ലൊരു ക്യാപ്റ്റൻ ആകാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥ തന്നെയാണ് അനീഷിനുള്ളത്. പക്ഷേ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് കറക്റ്റ് ഉന്നത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പുള്ളിയുടെ ഞാൻ മനസ്സിലാക്കിയത്, എനിക്കൊന്ന് പുള്ളി റൈറ്ററും യൂട്യൂബറും ഗവൺമെൻറ് സ്റ്റാഫിനും പുറമെ ഒരു മലയാളം അധ്യാപകനാകാൻ കൂടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം ഈ തുടങ്ങിയ സമയം തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും പലരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, അനീഷ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ടാസ്ക് നമുക്ക് കൃത്യമായിട്ട് വിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിൽ നിന്ന് പ്രോപ്പറായിട്ട് അവരെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒന്ന് കോർഡിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നടക്കുമായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് എല്ലാവർക്കും അവരുടെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പം അനു ഒരു ചായ ഇടുന്നു. ചായ എല്ലാവർക്കും കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നു, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചായ ഒരു വികാരമാണല്ലോ മലയാളികൾക്ക്. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഡെസ്ല പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അനു ഇടുന്ന ചായ എനിക്ക് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിക്കണം, എനിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ചായ കൃത്യമായിട്ട് കുടിക്കണം എന്നുള്ളതാണ്. എനിക്കൊരു കാര്യം ഡെസ്ലയുടെ ഫാൻസിനോടും ഡെസ്ലയോടൊക്കെ പറയാനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ബിഗ് ബോസ് വീട്ടിലാണുള്ളത്, സ്വന്തം വീട്ടിലല്ല എന്നുള്ളതാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ പ്രിവിലേജ്ഡ് ആണ്, എനിക്കിത് വേണം എന്നൊക്കെ പറയുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പറഞ്ഞാൽ കൊള്ളാം എന്നുള്ളതുണ്ട്. അപ്പം ടാസ്കൊക്കെ തിരിച്ചു, എല്ലാവരും ടാസ്ക് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നൊരാൾ അവിടെ കിടന്ന് ഉറങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മുടെ RJ വിൻസി കിടന്ന് ഉറങ്ങി. അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ആദ്യമായിട്ടൊരു പട്ടി കുറച്ചിട്ടുണ്ട്. പട്ടി കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരെ ഉണർത്തുക എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ തവണത്തേക്ക് പട്ടി കുറച്ച് എനർജി കുറവായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ തവണ അങ്ങനെയല്ല, ഒരു വലിയ പട്ടിയാണ്, എവിടെ നിന്നൊക്കെയോ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ കുറച്ച് അവരെല്ലാം എണീപ്പിച്ചിട്ടുണ്ട്. ബിഗ് ബോസിനുള്ളിലുള്ള ആ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്, അവരൊക്കെ എണീറ്റിട്ടുണ്ടാവും. അത്ര സൗണ്ടിലുള്ളൊരു പട്ടിയാണ് അവിടെ കുറച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ലക്ഷറി ബഡ്ജറ്റിൽ കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഞാൻ കണ്ട എനിക്ക് ഇന്ന് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജട്ടി കേസുമായിട്ട് വന്നിട്ടുണ്ട്. പറയാൻ തന്നെ നാണക്കേടാണ്, ഒരു ജട്ടി കേസ്. അതായത് ഡെസ്ലയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് അണ്ടർ ഗാർമെൻറ്റ്സ് എവിടെ ഇരിക്കുന്നു കണ്ടു, അത് ആരും എടുത്ത് മാറ്റിവെച്ചു, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും ഇതിനെപ്പറ്റി എലാബറേറ്റ് ചെയ്യുന്നില്ല. എങ്കിലും കഴിഞ്ഞ തവണത്തെ കുറേ കാര്യങ്ങൾ ഈ തവണ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പല മത്സരാർത്ഥികളും. ഇപ്പം ബിന്നി ആണെങ്കിലും സരികയാണെങ്കിലും അനുമോളൊക്കെ ആണെങ്കിലും കുറേ കാര്യങ്ങൾ പഴയത് കണ്ട് മനപ്പാഠം പഠിച്ചിട്ട് അത് കുറച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു വെറും
ജട്ടിക്കേസായിട്ട് അത് ആ രീതിയിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ അനുമോളെ നമ്മൾ കുറച്ച് ബോൾഡായിട്ട് ഭയങ്കര കുറുമ്പത്തരമുള്ള ഒരു കുട്ടിയായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് അനുമോള് പതിവിൽ വിപരീതമായിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്. അതിനുള്ള റീസൺ ജോലി സംബന്ധമായിട്ടുള്ള ഡോക്ടറിന് മരുന്ന് എഴുതുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ടോക്ക് അവിടെ വന്നു. പക്ഷെ ആ ടോക്ക് അവിടെ വരേണ്ട കാര്യമില്ല. അത് ഷാനവാസ് വളച്ചൊടിച്ചതാണ്. അതിനെ ഏറ്റുപിടിച്ചതാണ് അപ്പാനി ശരത്തും നിവിനും കൂട്ടരും ഒക്കെ. ശരിക്കും എപ്പിസോഡ് കാണുന്ന അല്ലെങ്കിൽ ലൈവ് കാണുന്ന നമുക്കൊക്കെ മനസ്സിലാവും അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അതിൽ അനുമോൾ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും നമ്മളാണെങ്കിലും ഈ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കരയാതെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അനുമോളുടെ ഒരു തക്ക് സാധനം നമുക്കിന്ന് യൂട്യൂബിലും ഇൻസ്റ്റയിലും റീൽസ് ആയിട്ടും ട്രോൾസ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അനുമോൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആകണം. കരഞ്ഞത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് അനുമോളിൻ്റെ ടീമിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്.